അങ്ങനെ തെക്കൻ കേരളത്തിലും പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് കളം ഒരുങ്ങിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ എത്രത്തോളം വോട്ടുകൾ നേടാമോ അത്രത്തോളം വോട്ടുകൾ നേടുക, ഒപ്പം നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുക, നേരത്തെ അകന്നുപോയവരെ കൂടെ നിർത്തുക, ഇതൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് MSF ഹരിത മുൻ നേതാക്കൾക്ക് എതിരായ അച്ചടക്ക നടപടി മുസ്ലിം ലീഗ് പിൻവലിച്ചത്. അഡ്വക്കേറ്റ് ഫാത്തിമ തഖ്ലിയ, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മുഫീദ തസ്നി, ലത്തീഫ് തുറയൂർ, KM ഫവാസ് എന്നിവർക്കെതിരായ നടപടികളാണ് പിൻവലിച്ചത്. തുടർന്ന് ഇവർ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെയും കണ്ടു. വിഭാഗീയത തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ലീഗ് നേതാക്കൾ ഈ ഘട്ടത്തിൽ നടപടികൾ പിൻവലിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിയുന്നത്ര ആളുകളെ ചേർത്ത് നിർത്തുക, നേരത്തെ ആശയക്കുഴപ്പമുണ്ടായവരെ ഉൾപ്പെടെ തിരികെ എത്തിക്കുക, അത്തരം നീക്കങ്ങൾ ഊർജിതമാണ്. ഈ തിരിച്ചുവരവ് എത്രത്തോളം ഗുണം ചെയ്യും എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ? നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുൻപ് മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിവാദമാണ് ഹരിത വിവാദം. MSFന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെ നിശ്ചിതമായ വിമർശനവും അതേപോലെ തന്നെ പരാതിയും ഉന്നയിച്ചാണ് ഹരിത നേതാക്കൾ പാർട്ടിക്ക് പുറത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ വലിയൊരു പിന്തുണ ഇവർക്കുണ്ടായിട്ട് പോലും ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ ആ സമയത്ത് പാർട്ടി അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അത്തരത്തിൽ ഈ പാർട്ടിയുടെ നിലപാടും അവരുടെ സമീപനവും ഒക്കെ വലിയ തോതിൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം കൂടിയായിരുന്നു ഹരിത വിവാദം. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവരുടെ ഒരു സാന്നിധ്യം ആ വിഭാഗീയത പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ വേണ്ടി കൂടിയാണ് ഈ നടപടികൾ പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെയാണ് ഇവരെ തിരിച്ചെടുത്ത കാര്യം മുസ്ലിം ലീഗ് വിശദീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കാണുകയും ചെയ്തു. ഇവർ കൊടുത്ത അപേക്ഷ കൂടി പരിഗണിച്ചും അതുപോലെ തന്നെ ഇവർ MSFന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നുമാണ് ഇവരെ തിരിച്ചെടുക്കുന്നത് എന്നും കൂടിയാണ് ഈ ലീഗിൻ്റെ ഒരു വിശദീകരണം. മറ്റൊരു വശം കൂടിയുണ്ട്. നമുക്കറിയാം, ലീഗിൻ്റെ തന്നെ മുൻ നേതാവാണ് KS ഹംസയുമായി അടുപ്പമുള്ളവരാണ് ഇപ്പോൾ തിരിച്ചെടുത്തവരിൽ പലരും ഉള്ളത്. അപ്പോൾ ലീഗിലെ തന്നെ ഒരു വിഭാഗം KS ഹംസയ്ക്ക് വേണ്ടി രഹസ്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങുമെന്ന് KS ഹംസ പറയുന്നുണ്ട്. അത് ഒരു പരസ്യ പ്രചരണത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ലീഗുമായിട്ട് അല്പം വിട്ടുനിന്നവരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആരും പാർട്ടിക്കെതിരെ നിൽക്കരുത് എന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം കൂടി നൽകുകയാണ് ലീഗ് ഈ ഒരു നടപടിയിലൂടെ. ഇതിനെതിരെ ഇനി MSF നേതാക്കൾക്ക് പ്രതിഷേധമുണ്ടോ, അത് പരസ്യമായിട്ട് പുറത്തു വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.